ട്രാഡ് വൈഫ് കേട്ടിട്ടുണ്ടോ? കല്യാണം കഴിഞ്ഞ സ്ത്രീകള് വീട്ടിലിരുന്ന് ഭർത്താവിനും കുട്ടികൾക്കും ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തും വീട്ടുകാര്യങ്ങള് ഭംഗിയായി കൈകാര്യം ചെയ്തും ഒരു നല്ല കുടുംബിനിയാകുന്നതാണ് ട്രാഡ് വൈഫ് അഥവാ ട്രഡീഷണൽ വൈഫ്. പണ്ട് നമ്മുടെ അമ്മമാരും അമ്മൂമ്മമാരെല്ലാം ചെയ്തിരുന്ന അതേ പണി. പക്ഷേ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. ഇക്കൂട്ടര് രാവിലെ എഴുന്നേൽക്കുന്നതും വീട് വൃത്തിയാക്കുന്നതും പാചകം ചെയ്യുന്നതെല്ലാം വീഡിയോകളാക്കി സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച് സമ്പാദിക്കുന്നത് ലക്ഷങ്ങളാണ്. ട്രാഡ് വൈഫ് വീഡിയോകൾക്ക് വൻ ഫാൻ ബേസ് ആണുള്ളത്. ഭർത്താവിനും കുട്ടികൾക്കും വേണ്ട സകലമാന ഭക്ഷണങ്ങളും വീട്ടിൽ തന്നെ ഉണ്ടാക്കി അത് വീഡിയോസായി സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന ഒരു കൂട്ടര്. ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ള ഇത്തരക്കാരെ ഇൻഫ്ലുവൻസേഴ്സ് എന്നാണ് പൊതുവെ വിളിക്കാറ്. ഇത് ഓരോരുത്തരുടെയും ആവിഷ്കാര സ്വാതന്ത്ര്യമാണെങ്കിലും യഥാർത്ഥത്തിൽ ഈ വീഡിയോകൾ സമൂഹത്തിന് എന്ത് സന്ദേശമാണ് നൽകുന്നത്? ഇൻഫ്ലുവൻസേഴ്സ് പങ്കുവെക്കുന്ന വീഡിയോകൾ കണ്ടിട്ട് എന്റെ ജീവിതം ഇങ്ങനെ പിക്ചർ പെർഫെക്റ്റ് അല്ലല്ലോ എന്ന് വിചാരിച്ച് വിഷമിക്കുന്ന സ്ത്രീകളും എന്റെ ഭാര്യ അത്ര പോരല്ലോ എന്ന് പുരുഷന്മാരും ചിന്തിച്ചാൽ അവരെ തെറ്റു പറയാനാവൂ? ദിനം പ്രതി സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വളർന്നുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഇത്തരം ഇൻഫ്ലുവൻസേഴ്സും ഒരു സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയരാകേണ്ടതല്ലേ?